ഓക്കെ, എന്തായാലും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രവീൺ എന്നാണ്. ഇപ്പോൾ സോണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ എന്നെ കൂടുതലായിട്ട് ഞാൻ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്നെയും പരിചയപ്പെടാം എന്നുള്ളതാണ്. കാരണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇന്ന് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് ആളുകൾ എന്തുകൊണ്ട് മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്, എന്നെ സംബന്ധിച്ചോളം ഒരു സാധാരണക്കാരന മേഖലയിൽ നിന്നാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ബിസിനസ് ഞാൻ എങ്ങനെ മനസ്സിലാക്കി, ഞാൻ എന്താണ് ഈ ബിസിനസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. സാറേ. ഓക്കെ. സ്ലൈഡ് മാറിയില്ല സാറേ? മാറുന്നുണ്ടോ? മാറുന്നുണ്ട് മാറുന്നുണ്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൈ ദ പീപ്പിൾ ക്വിറ്റ് യുവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, കുറേ ആയി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറേ ചെയ്തതാണ്, ഇതൊന്നും നടക്കില്ല അല്ലെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആളുകൾക്ക് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അല്ലെങ്കിൽ അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം കൂടിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ആർക്കും ഇതിൻ്റെ അത് കുറച്ച് ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് ക്വിറ്റ് ചെയ്യുന്നു, ഈ ബിസിനസ് നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് എന്താണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് അറിയണം. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്. എല്ലാവരും ഒന്ന് പറ്റുന്ന ആളുകൾ വീഡിയോയിലേക്കൊന്ന് വരിക. കാരണം നമ്മളൊരു ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു സംഗതി കേൾക്കാനിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കോൺഫിഡൻസോട് കൂടി ഇരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓൺലൈനായിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് വരാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു. അപ്പോൾ പറ്റുന്ന ആളുകൾ, വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും പറയുന്നില്ല, പറ്റുന്ന ആളുകൾ ഒന്ന് എന്ത് ചെയ്യുക, വീഡിയോ ഓണാക്കി വരാണ്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ നമുക്ക് ഇതിൻ്റെ അത് ചാറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് രസമോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് അയക്കാം. നല്ലതാണെങ്കിൽ ഒന്ന് കൈമുട്ടുന്ന രീതിയിലുള്ള സിമ്പലൊക്കെ ഇടാം. കാരണം സാധാരണ നമ്മൾ ഹാളിലുള്ള മീറ്റിംഗ് ആകുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ നേരിട്ട് ആളുകളോട് സംസാരിക്കുന്നതും ഒരു വീട്ടിലിരുന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ആ രീതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സവിശേഷത എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ബിസിനസ് എന്തുകൊണ്ട് ഫെയിൽ ആവുന്നു എന്നുള്ള കാര്യം, കാരണം അതിന്റെ സവിശേഷത തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ആളുകൾ ഫെയിൽ ആകാനുള്ള കാരണമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു ബിസിനസ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള, ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതൊരു ബിസിനസ് ആണോ എന്നുള്ളത് നിങ്ങൾ ആണെങ്കിൽ എസ് എന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ അയക്കണം. കാരണം എങ്ങനെയുള്ള നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്, നമ്മൾ എന്താണ് ഇതിൻ്റെ അത് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആളുകൾ, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അത് വന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ബഡ്ജറ്റിൽ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ സത്യം പറഞ്ഞാൽ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബിസിനസ് തുടങ്ങിയ ആളുകളെ നമുക്കറിയാം, ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള ആളുകളെ മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഈ ബിസിനസ് എങ്ങനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു കച്ചവടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളെ നാട്ടിലൊക്കെ അല്ലെ, ചെറിയൊരു പീടിയ തുടങ്ങിയിട്ടുള്ള കച്ചവടം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനും വേണ്ടിയിട്ടും ചില ആൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഏകദേശം ഒരു 19,000 അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം ചെറിയ ചെറിയ പെട്ടിപ്പീടിയ തയ്യാറാക്കണം, കുറച്ച് സാധനങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെ. ഏകദേശം ചെറിയ രീതിയിലുള്ള ഒരു കച്ചവട പീടിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കി ചെയ്യുന്ന ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും, പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കുറച്ച് ചെയ്യുന്ന ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിൽ കാണാം. ഓക്കെ. അതിലും വലിയൊരു ബിസിനസ് അതാണ് ലുലു മാൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ യൂസഫ് അലി ചെയ്തിട്ടുള്ള ലുലു മാൾ, അതെ, വലിയ കോടികളെ കച്ചവടം നടക്കുന്ന ഒരു ബിസിനസ് മേഖല. അപ്പോൾ അവരൊക്കെ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ, കോടികൾ വരുമാനം അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നില്ലെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ലുലു മാള് അല്ലെങ്കിൽ ഒരു മാള് തുടങ്ങണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹത്തിന് എത്ര ലുലു മാളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും എത്ര മാത്രം വലിയ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധം. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റൂ, അതായത് ട്രഡീഷണൽ മാർക്കറ്റിൽ. എന്നാൽ ഇവിടെ നമുക്കറിയാം ചെറിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സ്മോൾ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്.
അങ്ങനെ ഈ ബിസിനസ്സിൽ ഞാൻ കണ്ടത്, ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ബിസിനസ്സുകാരെയാണ്. ഒരു ബിസിനസ്സുകാരനെ, കാരണം ലോ ഇൻവെസ്റ്റ് തുടങ്ങിയ ബിസിനസ്സുകാർ ഒന്നി പറഞ്ഞത് ഞാൻ തന്നെയാണ്. കാരണം ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ ആണ്. ഇന്ന് കച്ചവടം ചെയ്തത് ഏകദേശം 15 ലക്ഷത്തിന് മേലെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. 15 ലക്ഷവും 15 ലക്ഷവും 30 ലക്ഷത്തിന്റെ മേലെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത, കമ്പനിയിൽ ടേൺ ഓവർ ഉണ്ടാക്കിയ, കച്ചവടം നടത്തിയ ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വ്യക്തി നമുക്കറിയാം, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയും. അതായത് നാഷണൽ ലെവല് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് 2.5 കോടി കച്ചവടം നടന്ന, 4 കോടിക്ക് മേലെ കച്ചവടം ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളെ നൗഫൽ സാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ സുരേഷ് പൊന്നൻ സാർ ആഴ്ചയിൽ 2,10,000 ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ആളുകളാണ്. ഇന്ന് കോടികളെ കച്ചവടം നടത്തില്ല. അതുപോലെ നമുക്ക് പറയാം, 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിനെ അറിയാം. അദ്ദേഹം തുടങ്ങിയത് നമ്മളെപ്പോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടാണ്. അദ്ദേഹം ഇന്ന് ചെയ്യുന്നത് 10 കോടി മാച്ച് ചെയ്തിട്ട് ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ശൈലേഷ് ബാലൻ എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം നമ്മളെ ITC ലീഡറാണ്. അദ്ദേഹവും അതേപോലെ തന്നെ 10 കോടിക്ക് മേലെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന 2 ഓർഗനൈസേഷൻ 1ലും 2ലും 10 കോടി മാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ITC എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം WID അല്ലെങ്കിൽ ഇന്ന് WTC വേൾഡ് ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള 35 ലക്ഷം ടേൺ ഓവർ ഓർഗനൈസേഷൻ 1ലും ക്രിയേറ്റ് ചെയ്യില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലുലു മാളൊക്കെ നടത്തുന്ന പോലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഈ ബിസിനസ്സിൽ എന്താണ്, ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ള ബിസിനസ്സുമായിട്ട് താരം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ബിസിനസ്സിൽ നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഷ്ടം എന്ന് പറയണമെങ്കിൽ 4-5 വർഷം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നഷ്ടമായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ അതേ രീതിയിലാണ് ഈ ഒരു ബിസിനസ്സിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അടയ്ക്കാൻ, അതായത് ഈ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മൾ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരു ബിസിനസ് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെലവുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പല ഷോപ്പുകളും ഇന്നൊരു, നമുക്ക് ഉദാഹരണം പറയുന്നതാണെങ്കിൽ നമ്മൾ പല ഹോട്ടലുകളും തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, പൂട്ടുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹോട്ടൽ തുടങ്ങി പൂട്ടിക്കഴിഞ്ഞാൽ വേറെ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരും, ഈ സാധനങ്ങളൊക്കെ വിൽക്കേണ്ടി വരും. അങ്ങനെ നഷ്ടത്തിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ പൂട്ടുന്നത് എന്നുള്ളത്. അപ്പം പൂട്ടാൻ വേണ്ടി, ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. എനിക്കറിയാം, ഇത് നമുക്കറിയാം, കൊറോണ സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നാട്ടിൽ പൂട്ടിയിട്ടുണ്ട്. പിന്നീട് തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പൂട്ടപ്പെടേണ്ട വന്നിട്ടുണ്ട്. അവിടെ ഒക്കെ ഒരുപാട് നഷ്ടസാധ്യത ഉണ്ടായിട്ടുണ്ടെന്ന. തുടങ്ങാൻ മാത്രമല്ല, ഈ ബിസിനസ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് അവസാനിപ്പിക്കാനും എന്ത് വേണം, പൈസ വേണമെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതേപോലെ തന്നെ ഒരു കച്ചവടക്കാരനായ ഞാനും ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെയും കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയവും പണവും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പർച്ചേസ് ചെയ്ത നമ്മളെ ഒരു ഷോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊന്നും വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എവിടെയും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നഷ്ടത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങുന്ന സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ്. നമ്മൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു കച്ചവടം ബിസിനസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഒരു നഷ്ട സാധ്യത ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, സജ്ജീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത്. നിലവിലൊരു കച്ചവടം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു മൊബൈൽ ഷോപ്പോ, ഞാൻ മൊബൈൽ ഷോപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ മൊബൈൽ ഷോപ്പ് തുടങ്ങിയതുകൊണ്ടാണ് അത് വെച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം. ഒരു സാധാരണ ഒരു ജ്വല്ലറി തുടങ്ങുന്നതാണെങ്കിൽ, ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന, എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നതാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് വരും അല്ലെ? നമ്മളൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയാൽ സാധാരണ നമ്മളൊരു കോണിപ്പിടി എടുത്ത് അവിടെ വെറും 2 മൊബൈൽ ഫോണും വെച്ചിരുന്ന ആളുകൾ വരുമോ? ഇല്ല. നല്ല അട്രാക്ഷൻ ഉള്ള ഒരു ബോർഡ് വെക്കേണ്ടി വരും. ആളുകൾക്ക് ചില്ലിട്ട രീതിയിൽ ഗ്ലാസ്സിൽ ഉൽപ്പന്നങ്ങൾ വെക്കേണ്ടി വരും. ഉൽപ്പന്നങ്ങൾ കുറേ കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വേണ്ടി വരും അല്ലെ? ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ എടുക്കാനേ സാധനങ്ങളോ. ഇന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളെ ഷോപ്പ് നമ്മളെ വീട്ടിൽ തന്നെയാണ്. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമ്മളിവിടെ നടത്തുന്നുണ്ടോ? യാതൊരു ഇൻവെസ്റ്റ്മെന്റും നടത്താതെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് റീ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഞാൻ മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് തട്ടൊക്കെ മാറ്റി അടിച്ച് നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്തുന്ന സമയത്ത് പിന്നെ ആളുകൾ കച്ചവടം നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സജ്ജീകരണത്തിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ബിസിനസ്സുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ പാരമ്പര്യ വ്യവസായത്തിന്റെ സങ്കീർണതകൾ ഈ ബിസിനസ്സിലില്ല എന്നുള്ളതാണ്. അതായത് ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ആ കച്ചവടം തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിലും പൈസ ആവശ്യമാണ്. റോൾ ഇങ്ങനെ ചെയ്തിട്ട് പല കച്ചവടക്കാരും ഇന്നും പല ബാങ്കിലും ലോണും കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരിമറി നടത്തിയിട്ട് ചെയ്യുന്ന കച്ചവടക്കാരാണ്. അങ്ങനെ ആ ലോണിന്റെ കാര്യങ്ങൾ റെഡിയാക്കണം, ഇന്ന കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ട് സെക്ഷൻ,
നമുക്കറിയാം ഇന്ന് നമ്മുടെ ടീമിൽ തന്നെയുള്ള റഹീം സാർ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്ഥാപനത്തിന്റെ. അങ്ങനെ അദ്ദേഹത്തിന് അറിയാം അവിടെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ കുലുമാലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല, അക്കൗണ്ട് ആയിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ വേറെ തന്നെ നിൽക്കണം, എന്നാലേ ആ കച്ചവടം മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ വാടക കൊടുക്കണം എന്നുള്ളതാണ്. ഇന്നേ വരെ നമ്മുടെ സ്ഥാപനത്തിൽ എവിടെ വാടക കൊടുക്കണോ? വേണ്ട. നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മൾ വാടക കൊടുക്കണോ? വേണ്ട. പിന്നെ എംപ്ലോയ്മെന്റിന് പൈസ കൊടുക്കണോ? അവിടെയുള്ള ആ ജോലിക്കാർക്ക് നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കണോ? എന്നാൽ നിലവിലുള്ള ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ആ രണ്ട് ആളുകളെ നിപ്പിച്ച് അവർക്ക് സാലറി കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ലേബർ ഷോർട്ടേജ് വരും. അത് ഹോട്ടലാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഹോട്ടൽ തുടങ്ങുന്ന വ്യക്തിക്ക് പൊറാട്ട അടിക്കാൻ അറിയില്ലെങ്കിൽ ഹോട്ടൽ പൂട്ടിപ്പോണ്ട സ്ഥിതിയാണ്. കാരണം അന്ന് പൊറാട്ട അടിക്കേണ്ട വ്യക്തി ലീവ് ആണെങ്കിൽ ഹോട്ടൽ മുതലാളി കയറി പൊറാട്ട അടിക്കേണ്ടി വരും. കാരണം ആളുകളെ കുറവുണ്ട്. അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഓരോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ആ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആളുകൾ ഒരു 4-5 കൊല്ലം പിടിച്ചു നിൽക്കുന്നു. കാരണം എന്താണ് നഷ്ടം എന്ന് ചോദിച്ചാൽ 4-5 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ സാധാരണ ബിസിനസിൻ്റെ അകത്ത് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള. ഇവിടെ നമുക്ക് ഒരു ഒരു മാസം പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നഷ്ടമെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടായിരിക്കാം? ഇൻവെസ്റ്റ്മെന്റ് കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഇതിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അത് വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം മറ്റുള്ള ബിസിനസ്സുമായിട്ടുള്ള സങ്കീർണതകൾ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ എന്താണ് സമയത്തിന്റെ കാര്യം. നമുക്കറിയാം നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് കുളിച്ച് ആ ഷോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ രാത്രി 9 മണി വരെ നമ്മൾ അവിടെ ഇരിക്കും. അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എത്ര സമയത്താ പോവാ? ഷോപ്പ് പൂട്ടിയതിന് ശേഷം മാത്രമേ കല്യാണത്തിന് പോകും. കാരണം എന്തുകൊണ്ടാണ്? ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. ഒരു ദിവസം ലീവാക്കി കഴിഞ്ഞാൽ അതിന്റെ വാടക കൊടുക്കാനാവില്ല, അവിടുത്തെക്കാർക്ക് സാലറി കൊടുക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സമയമില്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. ഈ ബിസിനസിന്റെ എന്താണ്, ഏത് ജോലി ചെയ്യുന്ന ആൾക്കും എത്ര സമയം ഏത് സമയത്ത് വേണമെങ്കിലും സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി. ആ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളതിന് നമ്മൾ കൂടുതൽ സമയം അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏത് സമയത്ത് പോലും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ എന്താ, പിന്തുണയ്ക്കാൻ ആവശ്യ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നോക്കുന്നതാണെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങിയ സമയത്ത് അതിന്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഞാനാണ്. അവിടെ എന്ത് ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരിടണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെ MIT എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, AIG എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, GCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, മൈ ലൈഫ് ടൈം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി മാനേജ്മെന്റ് നമ്മളെ കൂടെ ഉണ്ട്. അതിനു വേണ്ടിയുള്ള സിസ്റ്റം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ നമ്മളെ കൂടെ ഉണ്ട്. എവിടെ വേണമെങ്കിലും ചങ്കൂറ്റത്തോടെ നിൽക്കാനും എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള ലീഡേഴ്സ് നമ്മളെ കൂടെ ഏത് സമയവും 24 hours നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വർക്ക്ഷോപ്പുകൾ തരുന്നുണ്ട്, സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ ലാപ്ടോപ്പ് ഉപയോഗിക്കാത്ത ആളുകളും ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ എന്നെ സഹായിക്കാൻ ഞാൻ മാത്രമായിരുന്നു ഉള്ളൂ. അവിടെ വേറൊരു കുട്ടിയില്ലായിരുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും എൻ്റെ ഫോൺ നന്നാക്കേണ്ട പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി അത് പഠിക്കണം, ഞാനത് ഫീസും കൊടുത്ത് പഠിക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഫോൺ നന്നാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അപ്ഡേറ്റഡ് അല്ല. ഇപ്പോൾ ഒരു 6 മാസം ഞാനൊരു ട്രെയിനിങ്ങിന് പോകണം, ഞാൻ അപ്ഡേറ്റ് ആണ് മൊബൈൽ ഫോൺ. കാരണം എന്തുവാ, ഓരോ സമയത്തും മാറി മാറി വരുന്ന ഫോണുകളെ സിസ്റ്റം എനിക്കറിയില്ല. ഇപ്പം പല ആളുകളും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് പ്രവീൺ ഇതൊന്നും നിങ്ങൾ നന്നാക്കി ഇടുന്ന അറിയും. പക്ഷെ എനിക്ക് പലപ്പോഴും ആ ഫോണിൻ്റെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് ഞാൻ സത്യാവസ്ഥ. ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം എനിക്ക് ഫോൺ നന്നാക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ലീഡേഴ്സിനും സപ്പോർട്ടും ഓർഗനൈസേഷനും ഏത് സമയവും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെന്നുള്ളതാണ്. സാധാരണ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തരൊന്ന് പറ്റുമോ, എത്ര കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ? അല്ലെ, നമ്മൾ ഈ പ്ലാൻ അനുസരിച്ച് പ്ലാൻ കേട്ടിട്ടുണ്ടാവും. പുതിയ ആളുകളാണെങ്കിൽ ചിലപ്പോൾ പ്ലാൻ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻ ഒന്ന് കേട്ടാൽ മനസ്സിലാവും. ആഴ്ചയിൽ 2,10,000 കിട്ടും എന്നുള്ളത്. അങ്ങനെ ആഴ്ച വരുമാനം 2,10,000 കിട്ടണമെങ്കിൽ, 2 ലക്ഷത്തിന് മേലെ ആഴ്ച വരുമാനം കിട്ടണമെങ്കിൽ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയോ? എത്ര രൂപ നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? അല്ലെ, കൂടിപ്പോയാൽ നമ്മളൊരു 10-50 രൂപേൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റ് എടുക്കുന്ന എന്താണ്, ആ പ്രൊഡക്റ്റ് എടുക്കുന്ന സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഷോപ്പിംഗ് ചെയ്ത രീതിയിൽ മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റൂ. അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും കാര്യങ്ങളും വാങ്ങിക്കുന്നതാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്.
അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് ഇവിടെ പണമായിട്ടല്ല, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായും അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തിനാണ് നമ്മളിവിടെ വില കൊടുക്കേണ്ടത്. ആളുകൾ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മാത്രമേ വില കൊടുക്കുന്നുള്ളൂ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ശക്തമായി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയം അവിടത്തേക്ക് മാറ്റി വെക്കും. ഇവിടെ നമ്മളെ സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരും അതിന് വലിയ വില കൊടുക്കൂല. യൂസഫ് അലിക്കും കിട്ടിയത് 24 മണിക്കൂറാണ്, ഈ പറയുന്ന പ്രവീണിന് കിട്ടിയത് 24 മണിക്കൂറാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ 24 മണിക്കൂർ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളെ കഴിവും സമയവും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ട് വ്യത്യാസം. ഇവിടെ ഞാനും എൻ്റെ കൂടെ കുറെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും മറ്റുള്ള ആളുകളെ കഴിവും എന്തുപയോഗിക്കുന്നുണ്ട്, കപ്പാസിറ്റിയും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെക്കാട്ടും കഴിവ് കുറഞ്ഞ, കപ്പാസിറ്റി കുറഞ്ഞ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുള്ള ആവേശത്തോടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വന്നതുകൊണ്ട് എനിക്ക് എന്തുണ്ട്, ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലൊക്കെ എത്താൻ സാധിച്ചത്. അതെന്റെ കഴിവല്ല. അപ്പം മറ്റുള്ള ബിസിനസ്സിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകളെ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇവിടെ ഞാൻ വില കൊടുത്തിട്ടല്ല വാങ്ങിച്ചത്. എൻ്റെ കൂടെ സപ്പോർട്ട്, ഞാൻ കട്ടക്ക് നിന്നുള്ള കുറച്ച് ഇറങ്ങി നിന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായ സമയത്ത് ഒരുമിച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. ഞാൻ പണം കൊടുത്തിട്ടല്ല അവരെ വിലക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലേക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ, എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ സമയമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നമ്മുടെ ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാവും. ഒരിക്കലും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതാണ്, നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഒരാണുങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരിക്കലും വൈഫിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ഏത് മേഖലയിലാണ് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇത് ഒരു ഷോപ്പ് തുടങ്ങിയാൽ, ഞാനൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കിതൊന്നും ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, മൊബൈൽ ടെക്നീഷ്യൻ അറിയില്ല, ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ബിസിനസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതെൻ്റെ വൈഫാണ്. കാലിക്കറ്റ് എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. ആ സമയത്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഞാൻ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ഈ കോഴ്സ് പഠിച്ചിട്ട് അവളെ കൂട്ടത്തിൽ നിൽക്കണം. അങ്ങനെയാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ എയർപോർട്ട് പഠിക്കണം. രണ്ടാമതില്ലെങ്കിൽ എൻ്റെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് അവള് പഠിക്കണം. രണ്ട് കാര്യങ്ങളെ നടക്കും, എന്നാലേ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലാണ്. കാരണം അവൾക്ക് അത് പഠിക്കാനുള്ള താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ, എനിക്കത് പഠിക്കാനുള്ള താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന സമയത്താണ് എൻ്റെ ബിസിനസ് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഫാമിലി കൂടെ ഉണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് ഭാര്യയാണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന് കേൾപ്പിച്ചു കൊടുക്കണം, ഭർത്താവാണ് കേൾപ്പിക്കുന്നെങ്കിൽ ഭാര്യയോടും കേൾപ്പിച്ചു കൊടുക്കണം. കാരണം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേറെ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇന്ന് വളരെയേറെ സന്തോഷമുണ്ട്, ഈ ഒരാഴ്ച വൈഫ് തന്നെ DTC എന്നുള്ള റാങ്കിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ ഒരേ മനസ്സോട് കൂടി ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. മറ്റേത് മേഖലയിലും നമുക്ക് വൈഫിന് ചെയ്യുന്ന കാര്യങ്ങൾ ഹസ്ബൻഡ് ചെയ്യുന്ന പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ജോലി ചെയ്യുന്ന കൂടെയും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആയുർവേദം ചെയ്തത്, ആയുർവേദ തെറാപ്പിസ്റ്റായി മാറിയത്. അങ്ങനെ ആയുർവേദം ചെയ്യുന്ന സമയത്ത് അത് വേറെ തന്നെ പഠിച്ച് അതൊരു വേറെ മേഖലയാണ്. ഒരിക്കലും മൊബൈലുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു മേഖലയാണ്. സാറേ കട്ടായിട്ടില്ലല്ലോ? ഇല്ല കട്ടായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊരു വേറെ തന്നെ ഒരു മേഖലയാണ് നമ്മൾ ഉള്ളതെങ്കിൽ പോലും ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ അവസരം ഏറ്റെടുത്ത് ചെയ്യാം. അത് പാർട്ട് ടൈം ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? ഏത് ഡോക്ടറായി കഴിഞ്ഞാൽ, ഏത് പോലീസുകാരനായി കഴിഞ്ഞാലും, ഏത് ടീച്ചറായി കഴിഞ്ഞാൽ, ഏതൊരു മേഖലയിലുള്ള ആളുകൾക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കാതെ തന്നെ ഈ ബിസിനസ്സിലേക്ക് കാര്യം നിൽക്കാം. ഞാനും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. മൊബൈൽ ഷോപ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് കാര്യം പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വരുമാനം അവിടുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും വരുമാനം കൂടുതൽ ആയതിനു ശേഷം ഫുൾ ടൈം കരിയർ ആയിട്ട് ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ മറ്റേത് മേഖല നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇന്നേ ആളുകളെ മാത്രമേ എടുക്കൂ, അല്ലെങ്കിൽ സെലക്ഷൻ ഉണ്ടാവും, അല്ലേ? നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും, ഞാൻ കുറച്ച് കാലം മിലിറ്ററി പോകേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് മിലിറ്ററി പോകാൻ വേണ്ടിയിട്ട് കുറേ ഓടുവനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത് നമുക്ക് ഏജിൻ്റെ പ്രശ്നമായി, എഡ്യൂക്കേഷൻ്റെ പ്രശ്നമായി, നമ്മളെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായി, അങ്ങനെയൊക്കെ പല പ്രശ്നം കൊണ്ടും മറ്റ് ജോലികൾക്ക് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഐഡിയ അടിച്ച് കയറാൻ പറ്റും. റിട്ടയർമെന്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. റിട്ടയർഡ് ആകുന്നവരെ അങ്ങനെ റിട്ടയർഡിന്റെ ആവശ്യവും കാര്യങ്ങളല്ല, ഏത് വ്യക്തിക്കും ഇവിടെ ചെയ്യാൻ പറ്റും. നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും എത്ര വരെ പഠിക്കണം എന്നുള്ളത്? ഒരിക്കലും വേണ്ട. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമുണ്ട്, ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ
എഡ്യൂക്കേഷൻ ചിലപ്പം ചോദിച്ചെന്നിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതൊരു പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കും ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു വരികയാണ്. ആ സമയത്ത് ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ചോദിച്ചിരുന്നേക്കാം. ഇപ്പം നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കാരാൻ പറ്റിയുള്ള ഒരു അവസരം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എന്നാ ഏത് റീജിയനിലാണെന്നോ അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത്. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയില്ല, തൻസൻ എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയ സമയത്ത് ഞാൻ കണ്ടതാണ്, GTS കണ്ടതാണ് അദ്ദേഹത്തിന്റെ. നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും, ചിലപ്പം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ, നമ്മളെക്കാട്ടിൽ എത്രയോ ആരോഗ്യം കൊണ്ടോ അല്ലെ അവസ്ഥ കൊണ്ടോ എത്രയോ താഴെയാണ് അതേ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമുക്കൊക്കെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് കൈയുണ്ട് കാലുണ്ട് ഒക്കെ എല്ലാം ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിനെ പോലെ അല്ല നമ്മൾ. പക്ഷെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചെറിയൊരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക് എന്താ പറയുന്നത്. അതിന്റെ കൂടെ 7 ലക്ഷം രൂപ കടമായപ്പം ജീവിതം അടുത്തായിരുന്നു. അവിടെ നിന്ന് പിന്നെ എങ്ങനെ താമസിക്കാൻ കയറിയേ? അവിടുന്ന് കയറിയത് ഒരു ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മൈലേജ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്. ഇന്ന് ആ കമ്പനീന്റെ ഏകദേശം 2 കോടിക്കടുത്ത് ടേൺ ഓവർ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബാധ്യതയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു. ഇന്ന് പല ജില്ലകളിലും പല സ്റ്റേറ്റിലും ഇന്നലത്തെ ടീമുണ്ട്. ഒരു ഡോക്ടർ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അത് കേട്ടില്ലേ? ആ വ്യക്തി പറഞ്ഞൊരു കാര്യം, ഡോക്ടർ വരെ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര കോടികളെ കച്ചവടം അദ്ദേഹത്തിന്റെ സ്ഥിതിയിൽ നിന്ന് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കും, നമ്മളൊക്കെ എന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ. അവൻ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആളുകൾ എന്നിട്ട് പോലും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിൽ നിന്ന് എത്രയോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ടും എന്തുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ചിലരൊക്കെ ഈ ബിസിനസ്സിന് പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ ഏറ്റവും കേട്ടുള്ള ഒരു കാര്യമാണ് ഈ കുറേ ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ ബിസിനസ് ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന പോസിറ്റീവായിട്ട് കേൾക്കുന്ന സമ്മതിക്ക് നെഗറ്റീവ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് പല ആളുകളോടും ഞാൻ ഇതിൻ്റെ പ്ലാന് ചോദിച്ച സമയത്തും ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമോ ചോദിച്ച സമയത്തും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നോളജ് ഉണ്ടാവുക, ഏതൊരു കാര്യത്തിന് പുതിയൊരു കാര്യം വരുന്ന സമയത്ത് ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ആരും ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്തിട്ടില്ല, എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിൽ ആരും ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ബിസിനസ്സിൽ, എന്തെങ്കിലും മാമനാണ് ഈ അവസരം തന്നെങ്കിൽ മാമനും ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണ്ടേ? നാളെ വരുന്ന തലമുറ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇന്ന് വരെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പഠിച്ച കുട്ടികൾ വരുന്നേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കണം, അല്ലാണ്ട് ഞാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. സ്ക്രീനിൽ റെഡി അല്ലേ? കാണുന്നില്ലേ സാറേ? ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ ആൾ കണ്ടില്ലേ? ഞാൻ ഈ ബിസിനസ് പരീക്ഷിച്ചതാണ്, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇതിനെക്കുറിച്ച് എനിക്കറിയാം, എൻ്റെ കസിൻ ഇത് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചതാണ്, പക്ഷേ അദ്ദേഹം എല്ലാം നഷ്ടമായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇവിടെ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും ഒരു ബിസിനസ് ആണോ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം പറയുന്ന വാക്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവും എന്തായിരിക്കും അങ്ങനെ നഷ്ടം എന്ന് പറയാൻ കാരണം എന്നുള്ളത്. അപ്പം നഷ്ടം എന്ന് പറയാൻ കാരണങ്ങളുണ്ട്. അദ്ദേഹം ചെയ്ത രീതി ഇങ്ങനെയായിരിക്കാം. നിങ്ങളും പല ആളുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം. ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചിരിക്കുന്നത്. പല ആളുകളും ഉൽപ്പന്നം എടുത്തിട്ട് ഗിഫ്റ്റായിട്ട് സാധനങ്ങൾ കൊടുക്കും. ഗിഫ്റ്റ് കിട്ടിയ പോലെ, നീ ഇത് വെച്ചോ, എൻ്റെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്, ഉപയോഗിച്ച് നോക്കൂ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വരുമല്ലോ. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്കറിയാം പ്രൊഡക്റ്റ് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്, അദ്ദേഹം വരുമല്ലോ എന്നുള്ള രീതിയിൽ ഗിഫ്റ്റായിട്ട് പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കും, കുറച്ച് വാങ്ങിച്ച സാധനങ്ങൾ. രണ്ടാമത്തെ കാര്യം, കുറച്ചൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും, കുറച്ച് എന്തെങ്കിലും പൈസ വാങ്ങിക്കും, ആ രീതിയിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. ഇനി 1-2 മീറ്റിങ്ങുകളിലൊന്നും ചെന്ന് നോക്കും. ഈ ബിസിനസിൻ്റെ മീറ്റിങ്ങുകളൊന്ന് ചെന്ന് നോക്കിയിട്ട് ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ കേട്ടത് തന്നെയല്ലേ കേട്ടത്, പിന്നെ എന്തിനാ മീറ്റിങ്ങിന് പോകുന്നു? ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മീറ്റിങ്ങുകളായിട്ട് 1-2 മീറ്റിങ്ങുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ വിളിച്ചു ചേർക്കാനൊക്കെ നോക്കും, ഒന്ന് ടീമിനൊക്കെ വിളിച്ചു നോക്കും, ആ രീതിയിലേക്ക് മാത്രം. പിന്നെ ചില ആളുകളുണ്ട് ഫോണിലൂടെ, കാരണം പെട്ടെന്ന് കഴിയല്ലോ, ഫോൺ എടുത്തിട്ട് നമ്മളെ സുഹൃത്തിനെ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, നീ എൻ്റെ കൂടെ വരണം എന്ന് പറയും. അങ്ങനെ ഫോണിലൂടെയൊക്കെ ബിസിനസ് ചെയ്യും. ഇങ്ങനെ 4-5 കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം നിർത്തിപ്പോകും. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നേരത്തെ പറഞ്ഞ സംഗതികൾ പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സാധനം ആർക്കും വെറുതെ കൊടുത്താൽ ഒരു പൈസക്കും വില ഉണ്ടാവില്ല എന്നുള്ളതാണ്.
നമ്മളറിയാം കമ്പനിയിലെ പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എഴുതി കൊടുക്കും അല്ലേ, നമ്മൾ സാധനങ്ങൾ വേണ്ടേ. ആ ഒരു റെസീറ്റിൽ നിന്ന് കമ്പനി 1 രൂപ അല്ലെങ്കിൽ 2 രൂപ വാങ്ങിക്കുന്നുണ്ട്. എന്തായിരിക്കും, വെറുതെ തന്നാൽ പോരെ. അതുവരെ നമുക്ക് അതിന്റെ വില മനസ്സിലാണെങ്കിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ചാലേ കിട്ടും. ഞാൻ ഈ മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചു കൊടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണ് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചത്. 6 മാസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെറുതെ കിട്ടിയതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താ ചെയ്യുക? ഞാൻ ചെയ്യുന്ന ഒരു പണിയുണ്ട്, ആളുകൾക്ക് വെറുതെ ഫോൺ നന്നാക്കി കൊടുക്കും. അങ്ങനെ വെറുതെ ഫോൺ നന്നാക്കി കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമോ? ഇല്ല. അപ്പൊ ആ രീതിയിലേക്ക് ആളുകൾ ഈ ബിസിനസ്സിനെ വെറുതെ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തുള്ള ആളുകൾ കാണാം. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? സ്വപ്നങ്ങളില്ലാത്തത് എന്നാണ് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സലീം കുമാറിന്റെ ഈ ഡയലോഗ് ഒന്ന് ആലോചിച്ചാൽ മതി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലാണ് പല ആളുകളും ബിസിനസ്സിൽ. കാരണം സ്വപ്നങ്ങളൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റിയതല്ല ഈ ബിസിനസ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരായിരിക്കണം, അത് നിറവേറ്റണം എന്നുള്ള ചിന്താഗതി ഉള്ള ആളുകളായിരിക്കണം. അപ്പൊ ആ രീതിയിലേക്ക്, കാരണം എന്റെയൊക്കെ സ്വപ്നങ്ങൾ നല്ല വീടുണ്ടാക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ലൊരു കാർ ഉണ്ടാക്കണം, ഇതൊക്കെ ഇന്ന് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ, സത്യം പറഞ്ഞ. കാരണം എന്നെ കൊണ്ട് നടക്കൂലെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഒരു കാർ എടുക്കാനും അല്ലെങ്കിൽ കാറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ രീതിയിലേക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു സ്വപ്നം ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത്, അത് ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചെറിയതായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് നേടിക്കൊടുക്കുന്നതിലൂടെ നമുക്കുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല സ്വപ്നങ്ങളും സാക്ഷീകരിക്കാൻ ഈ ബിസിനസ് പറ്റൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള. അങ്ങനെയാണ് അടുത്ത കാർ എടുക്കണം എന്നുള്ളതും സ്വന്തമായിട്ട് വലിയൊരു വീട് എടുക്കണം എന്നുള്ള ആഗ്രഹിച്ചത്. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാകണം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ പോകണമെന്നുള്ള ആഗ്രഹം വീണ്ടും വരാൻ കാരണം എനിക്ക് സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ചെറിയതായിട്ടുള്ള ചെറിയ സ്വപ്നങ്ങൾ, ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു സ്വർണ്ണമാല വാങ്ങൽ, ഒരു മോതിരം വാങ്ങിയിടല്ലേ, അതൊക്കെ നമുക്ക് സ്വപ്നങ്ങളാക്കി കണക്കാക്കി ഓരോന്നോരോന്നായി അച്ചീവ് ചെയ്യുക എന്നുള്ള. നമ്മൾ വലിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടത്, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത് വേണം നമ്മളെ മനസ്സിൽ കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ എത്ര വലിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കൈ കിട്ടിയിരുന്നത്. ആ രീതിയിലേക്ക് ഈ ബിസിനസ്സിനെ കാണാത്തവര് ഈ ബിസിനസ് നിന്ന് പരാജയപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ചെറിയൊരു വീഡിയോ കാണുന്നുണ്ട്, ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ചെയ്യുന്ന ഒരു മണ്ടത്തരാണ്. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാ, ഓഡിയോ ഇല്ലെങ്കിൽ, നേരത്തെ ഓഡിയോ റെഡി ആയിരുന്നില്ലേ സാറേ? സജി സാർ ഒന്ന്, അഭിനയ മാഡം നേരത്തെ ഓഡിയോ റെഡി ആയിരുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇതൊന്ന് വന്ന് കാണാം, അതിന് ശേഷം എന്ത് ചെയ്യാ, നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടായിരിക്കും അത്. നിങ്ങൾ വീഡിയോ കണ്ടാൽ കറക്റ്റ് തിരിയും. സ്റ്റാറിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണോ? റൈറ്റ്. എന്റെ അമ്മ, അനാവശ്യമായിട്ട് സ്റ്റാറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും. കാണത്തെ എന്തൊക്കെ പറിച്ചിട്ടാണല്ലോ പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരി എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല, സാറിന് തോന്നിയല്ല ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ, അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്കിന് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ചവിട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ വിടാതാ. സന്തോഷം. പിടിച്ചു. പിടിച്ചു.
സാറ് എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഏ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് നിശ്ചയമില്ല. അങ്ങനെ സംഭവിച്ചാ? ഓക്കെ, ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. തലയാണ മന്ത്രം എന്നുള്ള സിനിമയാണ്, അതിൻ്റെ അകത്തുള്ളൊരു സീനാണ്. ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ കൊണ്ട് ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവും. എന്തായാലും നമുക്കിതറിയാം. അതിൻ്റെ അകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമല്ല എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പല മേഖലയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വരുന്ന നിങ്ങളുടെ ലീഡർ ചിലപ്പം 7ാം ക്ലാസ് വിദ്യാഭ്യാസമോ ചിലപ്പോൾ നമ്മളെക്കാട്ടും താഴ്ന്ന നിലയിലുള്ള ആളുകളായിരിക്കാം, ജോലിയിൽ സഭകളിലൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിലേക്ക് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ തുടക്കത്തിൽ ഒരു 30 ദിവസമെങ്കിലും ഈ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ അപകടം പറ്റിയ പോലെ തന്നെ പല സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ബിസിനസ് കൃത്യമായിട്ട് പഠിക്കാതെ ചെയ്യുന്ന സമയത്ത്, ആളുകളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബിസിനസ് വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നിർത്തിപ്പോകും, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോകും. എൻ്റെ ഒറ്റയ്ക്ക് ആളുകളോട് പറയാം. കാരണം ഈ ബിസിനസിൻ്റെ പ്ലാനും അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആവേശത്തോടെ ബിസിനസ് ഏറ്റെടുത്ത് പല ആളുകളും എന്ത് ചെയ്യും, ഫീൽഡിൽ ഇറങ്ങി ആളുകളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ടൊരു നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് റീപ്ലൈ കൊടുക്കാനും മറുപടി പറയാനും പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നിന്ന് തുടക്കത്തിൽ തന്നെ അവരെ ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 30 ദിവസമെങ്കിലും നിങ്ങളെ കൂടെ ആരാണോ ലീഡറിന്റെ കൂടെ നിന്ന് ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അവരെ കൂടെ ഒരു 10 പ്ലാനെങ്കിലും ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ പറയണം ഒരാളോട്, എങ്ങനെ സംസാരിക്കണം ഒരാളോട്, എങ്ങനെ ഒരാളെ അപ്പോയിൻമെന്റ് എടുക്കണം, എങ്ങനെയാണ് ഒരാളെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളത് അത്യാവശ്യം പഠിച്ചു തുടങ്ങും. അപ്പം ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, ഞാനെല്ലാം ഒന്ന് പഠിക്കട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതും വലിയൊരു മിസ്റ്റേക്കാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇത്രയും സ്ലൈഡുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് നാൾ നല്ലൊരു ട്രെയിനർ ആവണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ഒന്നുമില്ല, 1% പോലും ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരം മീറ്റിങ്ങും പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം എൻ്റെ തുടക്കത്തിലുള്ള ആളുകൾക്കറിയാം എന്നെ പറ്റിയുള്ള എൻ്റെ ചേഞ്ചുകൾ. അപ്പം എല്ലാം പഠിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചാലും അതും അബദ്ധമാണ്. എന്നാൽ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നതും തുടക്കത്തിൽ അതും അബദ്ധമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുമിച്ച് കൂടെ നിന്ന് ചെയ്ത് നമ്മൾ ചെറിയൊരു ട്രാക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് പറയാനുള്ള സാഹചര്യം ആവുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സിസ്റ്റമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സാണ്. ഏതൊരു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു സിസ്റ്റമാറ്റിക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ലുലു മാൾ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡേമാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആണ്. ആ രീതിയിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആണ് ഈ ബിസിനസ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഈ ബിസിനസ്സിലുണ്ട്. എന്താണ് സിസ്റ്റം? പല ആളുകളും ചെയ്യും, എന്താ ഈ സിസ്റ്റം, എന്താണ്, എന്തിനാണ് ഇങ്ങനെ സിസ്റ്റം കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിസ്റ്റം കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ എവിടെ നിന്ന് പഠിക്കാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ GTS സെന്ററുകൾ എന്ന് പറയുന്നത്. നിരന്തരം നിങ്ങൾക്ക് GTS അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ വേണ്ടൂ. കണ്ടിന്യൂ എല്ലാ ആഴ്ചയും ആളുകളില്ലെങ്കിൽ പോലും നമ്മൾ GTSൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ഏറ്റവും അഭിമാനത്തോട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് GTSകളുണ്ട് എല്ലാ ജില്ലകളിലും. ഒരുപാട് ആളുകളെ വെച്ച് കണ്ണൂരായാലും എല്ലാ ജില്ലകളിലും. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ടീം നടത്തുന്ന GTS സെന്ററുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിരന്തരം പോയി GTS അറ്റൻഡ് ചെയ്യുക. അപ്പം പല ആളുകളും പ്രശ്നമാണ്, ഞാൻ കേട്ടതന്നല്ലേ കേൾക്കുന്നുള്ളത്. പക്ഷേ പല ആളുകൾക്കും വരുമാനം കിട്ടും, ഒരാഴ്ച വരുമാനം കിട്ടി, പിറ്റേ ആഴ്ച വരുമാനം കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ടാവും അല്ലേ? അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എത്രമാത്രം നമ്മൾക്ക് GTS കേൾക്കുന്നോ അത്രമാത്രം നമുക്ക് ഈ പ്ലാനിനെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്ന് മുതലാണ് നിങ്ങൾ സ്വന്തമായിട്ട് GTS എടുക്കുന്നു അന്ന് നിർത്തിയാൽ മതി നിങ്ങൾ GTS കേൾക്കൽ. പക്ഷെ അന്ന് നിർത്താനാവില്ല, കാരണം നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ GTSകൾ മെയിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും GTSലേക്ക് ആഴ്ചകളിൽ GTS എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ GTSലേക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GTS. പിന്നെ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്.
കാരണം ഞാൻ മനസ്സിലാക്കിയ പല ആളുകളും പല ടീമിന്റെ ആളുകളും പല പ്രൊഡക്റ്റുകളും അറിയാതെ കൊടുക്കുക, എന്തിനു വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണെന്നുള്ള കൃത്യമായിട്ട് നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാതിരിക്കും എന്നുള്ളതാണ്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, കൃത്യമായിട്ട് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് കൊടുത്തില്ലേ കിട്ടൂല. പല ആളുകളും പിന്നെ വുമൺ കമ്പാനിയൻ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്ക്, അതെന്തിനാന്നുള്ള അറിഞ്ഞൂടാ. അപ്പോൾ അതേപോലെ മാറി മാറി ഒന്നും കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരും, ഒന്നും പ്രശ്നം വരില്ല, പക്ഷെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം നടത്തുന്ന എല്ലാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലും നമ്മളും കാര്യം നമ്മളെ ടീമിനെയും കാറ്റുക എന്നുള്ളതാണ്. നോളജ് ഉണ്ടാക്കുക പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. മൂന്നാമത് ഒരു FSS എന്ന് പറയും. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്. കാരണം FSS ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്. ഈ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുള്ള സാഹചര്യം FSSലൂടെ കിട്ടും. എത്ര FSS അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വിജയിക്കുന്നത് വരെ FSS നിർബന്ധമാണ്. എവിടെയൊക്കെ ടീമോ അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷൻ FSS വെക്കുന്നുണ്ട് അവിടെയൊക്കെ ലീഡറോട് പറഞ്ഞിട്ട് പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വൺ ഡേ അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ ബെൽനി സാർ, നമുക്കൊക്കെ ഏറ്റവും സപ്പോർട്ടായിട്ടുള്ള ഒരു ലീഡറാണ് ബെൽനി സാർ എന്ന് പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് വൺ ഡേ ട്രെയിനിങ് അധികം വെക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്നിട്ടുണ്ട്, മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ആഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം വടകര നമുക്ക് അടുത്താണെങ്കിൽ വടകര അടുത്ത ദിവസങ്ങൾ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നുണ്ട്, വടകര വൺ ഡേ ട്രെയിനിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ടീമും കൃത്യമായിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിലൂടെ മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം. അതുകൊണ്ട് വൺ ഡേ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 2 day RTP. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എൻ്റെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടായത് എപ്പാന്ന് ചോദിച്ചാൽ RR ബൂട്ട് ക്യാമ്പ് എന്ന് പറയും. 2 ദിവസം നമ്മൾ റിസോർട്ടിലൊക്കെ നിന്ന് 2000 റുപ്യോളം കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്താൽ, 2500 റുപ്യം കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്താൽ, അന്ന് ആ കൊടുക്കേണ്ട പൈസ ഞാൻ വിചാരിച്ച വലിയ നഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ ബിസിനസ്സിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് എന്നെ മാറ്റിമറിച്ചതെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, RR ബൂട്ട് ക്യാമ്പിന് പോയ ആളുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളെ ശൈലേഷ് സാർ നടത്തുന്നത്. അപ്പോൾ 2 day നടക്കുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ ലീഡേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഈ ബിസിനസ് ലീഡർഷിപ്പിലേക്ക് വരേണ്ട ആളുകളെയാണ് നമ്മൾ ലീഡർ സെലക്ട് ചെയ്യുക പ്രോഗ്രാമിലേക്ക്. അങ്ങനെ നിങ്ങളോട് RTPക്ക് പോകണമെന്ന് നിങ്ങൾ, അല്ലെങ്കിൽ RR ബൂട്ട് ക്യാമ്പിന് പോകണം, 2500 ചെലവാക്കണം നിങ്ങൾ ലീഡർ പറയുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്, ലീഡർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാര്യം പിടിച്ചോ. കാരണം ഞാൻ ആ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് എൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള. അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ നമ്മുടെ ടീം നടക്കാറുണ്ട്, വർക്ക്ഷോപ്പുകൾ. കാരണം ഞാൻ ഇന്ന് ഈ സ്ലൈഡ് എടുക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ പ്രസന്റേഷൻ ചെയ്യുന്നത് വർക്ക്ഷോപ്പിലൂടെയാണ്, നിരന്തര പ്രാക്ടീസിലാണ്. കൃത്യമായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും GTS എടുക്കാനൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയത് വർക്ക്ഷോപ്പുകളോടാണ്. ഇപ്പം നമ്മൾ ലീഡേഴ്സ് വെക്കുന്ന വർക്ക്ഷോപ്പൊക്കെ എവിടെ ഉണ്ടെങ്കിലും അതൊക്കെ ഇടിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നുള്ള. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മൾ സിസ്റ്റം കണക്ട് ആയിക്കോളും. GTSൽ നമ്മളെ പുതിയ ആളുകളെ GTSലേക്കൊന്ന് കണക്ട് ചെയ്യുക, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്ക് കണക്ട് ചെയ്യുക, FSSലേക്ക് കണക്ട് ചെയ്യുക, നമ്മളെ 2 day ട്രെയിനിങ്ങിലെ വർക്ക്ഷോപ്പുകളിലേക്കുള്ള നമ്മളും നമ്മളെ ടീമും അവിടെ ഉറപ്പുവരുത്തുക. ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രം മതി. പിന്നെ പല ആളുകൾക്കല്ല കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥിതി. പല ആളുകളും പറയുന്ന കാര്യം, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നെ കൊണ്ട് വിൽക്കാൻ കഴിയില്ല, കച്ചവടക്കാരനൊന്നല്ല, എന്നെ കൊണ്ട് വിൽക്കാൻ പറ്റില്ല, ഇതൊന്നും വിൽക്കാൻ പറ്റില്ല, ഇതൊക്കെ ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് പരിപാടിയൊക്കെ, ആൾക്കാരുമായി എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും സഹകരിക്കുമെന്ന് എനിക്കറിയില്ല, ഇപ്പം ആരും എന്നോട് സഹകരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ബിസിനസ്സും ചെയ്യുന്ന ഇഷ്ടമല്ല, ഒരു ബിസിനസ് നടത്തിക്കൊണ്ടാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറയും, ഇതെനിക്ക് ചേരില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ കോൺഫിഡൻസ് കുറവിൻ്റെ ഒരു പ്രശ്നമാണ്. പല ആൾക്കും കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് ശ്രീധരൻ സാർ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പേസ്റ്റ് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അറിയാണ്ട് കൈപൊന്തിച്ചു പോയി. അത് ഉപയോഗിച്ച ആളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാന്ന് വിചാരിച്ചു. പക്ഷെ എന്നോട് പറഞ്ഞു, അതൊന്ന് വന്ന് പറയണം പേസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് കിണിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയത് പ്രവീണിനൊരു കഴിവില്ല, ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് കുറച്ച് ആളുകളൊക്കെ കൈയടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, പ്രവീണ് പറഞ്ഞാലും കൈയടിയൊക്കെ കിട്ടൂ എന്നുള്ളത്. ആ സമയത്തുണ്ടായിരുന്ന കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ളത്. കാരണം നമ്മൾ കണ്ണാടിയിൽ നോക്കി ഇപ്പം എപ്പോഴും ചോദിക്കുന്ന, നിന്നെ കൊണ്ട് പറ്റൂടാ, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ളത്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. നമുക്ക് കൃത്യമായിട്ട് പ്രോഗ്രാമും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നോളജ് ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇഫ് യു വാണ്ട് എ ചേഞ്ച് യുവർ മൈൻഡ്, നിങ്ങളെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കൈ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഞാനൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ഇതിലാണ് ഇന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്.
ഇന്ന് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റുന്നതും മറ്റുള്ള ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ മുന്നിൽ നോക്കിയിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നതും ഈ ബിസിനസ് കോൺഫിഡൻസ് ആയി പറയാൻ പറ്റുന്നത് എന്നെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മാറാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജീവിതം നമുക്ക് ഈ ബിസിനസ്സിലൂടെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഫോക്കസ് ഇല്ലായ്മ. പല ആളുകളും ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് വലിയ ആവേശത്തോടെ വരും, പക്ഷെങ്കിൽ എന്ത് ചെയ്യുക, പിന്നീട് ഏതൊക്കെയോ ഫോക്കസ് തെറ്റിയിട്ട് വേറെ ഏതോ മേഖലയിലേക്കായി പോകും. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു 5 വർഷമെങ്കിലും ഫോക്കസ്ഡ് ആയിരിക്കും ആ ബിസിനസ്സിന് വേണ്ടിയിട്ട്, സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിമം, കാരണം ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, നമ്മളൊരു തെങ്ങ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റബ്ബർ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു 5 വർഷം എടുക്കൂലേ, അതിനുള്ളൊരു സമയം കൊടുക്കണ്ടേ. അപ്പൊ ആ റബ്ബറും കുഴിച്ചിട്ട് അല്ലെ തെങ്ങും കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വായിക്ക് പോയി കഴിഞ്ഞാൽ ആ തെങ്ങ് എന്ത് പശു കടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ച് ആ തൈ പോയി പോകും. അപ്പൊ അതിന് പോലെ തന്നെയാണ് ഈ ബിസിനസ്സിൽ ഫോക്കസിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാം മീറ്റിംഗും ആയിട്ട് നമുക്ക് ഈ ബിസിനസിന്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അതുകൊണ്ട് ഫോക്കസ് തെറ്റിപ്പോവാതെ, മറ്റേതൊരു മേഖലയിലേക്കും ഫോക്കസ് തെറ്റിപ്പോവാതെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാക്കുക. പിന്നെ പല ആൾക്കാരാണ് പേടിയും ഡൗട്ടുകളും, ഒരിക്കലും തീരാത്ത പേടിയും ഡൗട്ടുകളാണ്. കാരണം ഈ പ്രൊഡക്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ, ഡോക്ടർ കൊടുക്കാത്ത ഉൽപ്പന്നമല്ലേ, നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാ എന്ത് കാര്യത്തിനും. നമ്മൾ ലിവാഗൈന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാ, ഇതെന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. നമ്മുടെ കമ്പനീന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ്, ഞാൻ പറഞ്ഞ നോളജ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ഈ ബിസിനസിനെ കുറിച്ചുള്ള പ്ലാനിനെ കുറിച്ചിട്ടും എന്താണ് ഈ നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതും DBA നാരായണനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളെ റിസർച്ച് വിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പേടി ഒഴിവാക്കാം. കാരണം പേടി ഒഴിവാക്കി 100% വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയാൽ മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പല ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ടാ ആഴ്ചയിൽ 2,10,000 കിട്ടുമെന്നുള്ളത്. അപ്പൊ നിങ്ങളെ കണ്ടത് ഒരിക്കലും 2,10,000 വേണ്ടിയിട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരാഴ്ച വരുമാനം 1,000 രൂപ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് 2,10 കിട്ടേണ്ടിയിട്ടല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സോപ്പ് വിറ്റാൽ 50 രൂപ കിട്ടും, അല്ലെങ്കിൽ പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആഴ്ച വരുമാനം 1,000 രൂപയും 2,000 രൂപയും 3,000 രൂപയൊക്കെ ആയി വന്നതാണ്. അപ്പൊ അതേപോലെ നിങ്ങൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഈ ബിസിനസ്സിലേക്ക് കോൺഫിഡൻസോടെ നമ്മൾ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ, ഇപ്പം പല ആളുകളും മഴയൊക്കെയാണ്, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, എന്തായാലും ഞാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോ ഈ ഒരു വീഡിയോ പല ആളുകൾ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. ഓക്കെ, എന്താണ് മനസ്സിലായത്? ഓഡിയോ കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും അല്ലേ? അതായത് നമ്മൾ കൺഫേർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് കടക്കാനാവില്ല. ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യില്ല, അല്ലെങ്കിൽ വെയിൽ കൂടുതലാണ് നമ്മൾ പുറത്തിറങ്ങൂല. അപ്പൊ ഈ സ്പീഡിൽ ഇറങ്ങാൻ, അതായത് നമ്മുടെ കൺഫേർട്ട് സോണിന്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുക. അതായത് ഒരു മുട്ടേന്റെ തീറ്റം കാണുന്നുണ്ടാവും, മുട്ട പുറത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഓംപ്ലേറ്റ് ആവും, അത് അകത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവനാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അകത്തുനിന്ന് പൊട്ടിക്കൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ, നല്ല കൺഫേർട്ട് സോണിൽ നിന്ന് ഒഴിവാക്കി ഈ ബിസിനസ് ഒന്ന് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കൺഫേർട്ട് സോൺ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്ന് വിജയിച്ചിട്ടുള്ളത് ഓരോരുത്തരും. ഇന്ന് അച്ചീവ്മെന്റ് ഉള്ള ഓരോ ലീഡേഴ്സും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അങ്ങനെ കൺഫേർട്ട് സോണിൽ നിന്ന് വെയിലാണെന്നോ മഴയാണെന്നോ നോക്കാണ്ട് പ്രവർത്തിച്ച ആളുകൾക്കാണ് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത്. അങ്ങനെ 4-5 വർഷം നിങ്ങൾക്ക് കൺഫേർട്ട് സോണിൽ നിന്ന് ഒഴിവാക്കി അനു മാഡം റേഞ്ചിലുണ്ടോ? സാറേ ഓക്കെ ആണോ? പ്രവീൺ സാറിന്റെ റേഞ്ച് പോയാന്നാണ് തോന്നുന്നത്. ഏതായാലും ഒരു 2 മിനിറ്റ്. ആ സാർ ഓക്കെയാണ്. ഓക്കെ ആണോ? ഇവിടെ മഴയായതുകൊണ്ട് ഓക്കെ ആണോ സാർ? പ്രവീൺ സാർ കയറിയിട്ടുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ സാർ. ആ അതെ. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി ആക്കാം. ഞാൻ പെട്ടെന്ന് ഇപ്പം കഴിയും, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ കൺഫേർട്ട് സോൺ ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഗനൈസേഷൻ മിഷൻ ഇന്റർനാഷണൽ ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യേണ്ട സക്സസ്ഫുൾ ആകാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. എന്തായാലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അല്ലെ, ജീവിതത്തിൽ നമ്മൾ ഈ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളില്ലെങ്കിൽ പോലും ഈ ബിസിനസ് നടക്കണം, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഈ ബിസിനസ്സിലൂടെ സക്സസ് ആണോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 മതിലുകൾ അല്ലെങ്കിൽ 3 സെക്ഷനുകൾ ഒന്നിക്കുമ്പോഴാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുന്നത്. അപ്പൊ തുടക്കത്തിലേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബിസിനസിന്റെ അകത്ത് ആക്ടിവിറ്റി ലൂപ്പ് എന്ന് പറയും. അതായത് ലീസ്റ്റ് ബിൽഡ് ചെയ്യണം. ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും നമ്മളെ ബിസിനസ്സിലേക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ലീസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അങ്ങനെ ക്ഷണിക്കേണ്ട രീതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷണിക്കണം. അപ്പൊ എങ്ങനെ നമ്മൾ പ്രസന്റേഷൻ ചെയ്യണം എന്നുള്ളതാണ്. 3 രീതിയിൽ ബിസിനസ്സിലേക്ക് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് 1 to 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. 1 to 1 ആയിട്ട് ആളുകളെ നേരിട്ട് പോയിട്ട് ഈ ബിസിനസ്സിലേക്ക് വിളിക്കാം. അതുപോലെ ഹോം മീറ്റിംഗിലായിട്ട് നമുക്ക് ആളുകളെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം GTSകളിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിൽ കേൾപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പ്രധാനപ്പെട്ട കാര്യം GTSകളിലേക്ക് ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഹോം മീറ്റിംഗും പിന്നെ കാണാത്ത വ്യക്തികളെ മാത്രമാണ് 1 to 1 നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോളോ അപ്പ്, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇവരൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് എന്ത് അത്യാവശ്യം വേണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വ്യക്തികളെ കാണാൻ പോകുന്ന സമയത്തും ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ചെങ്കിലും പ്രൊഡക്റ്റ് നമ്മളായിട്ട് സ്റ്റോക്ക് വേണം. അങ്ങനെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒന്ന് ക്രിയേറ്റ് ദ കസ്റ്റമർ, ക്രിയേറ്റ് ദ ഡിസ്ട്രിബ്യൂട്ടർ. നമുക്ക് കുറച്ച് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടറെയും അതുപോലെ കസ്റ്റമറെയും നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലേക്കും FSSലേക്കും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്കും 1 day ട്രെയിനിങ് പ്രോഗ്രാം, 2 day ട്രെയിനിങ് പ്രോഗ്രാം, 3 day LTPയിലേക്കും നമ്മൾ അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ പങ്കെടുപ്പിച്ച് അവരെ സ്കില്ലും കാര്യങ്ങളും ഡെവലപ്മെന്റ് ചെയ്യുക. അങ്ങനെ ഒരു ടീമിനെ വാർത്തെടുക്കുന്ന സമയത്ത് മൂന്നാമത് കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി മീറ്റുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ ടീമിന്റെ ഒക്കെ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ നടത്താനുണ്ട്. മെഗാ കൺവെൻഷൻ, നമ്മൾ MIT തന്നെ കമ്പനിയുടെ ഒരു പ്രോഗ്രാം നമ്മൾ നെക്സസ് എന്നുള്ള പ്രോഗ്രാം മെഗാ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഫാമിലി ആയിട്ട് ടൂറുകൾ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ ലാപ്ടോപ്പ് അച്ചീവും ബൈക്ക് അച്ചീവ്മെന്റും കാറുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാമോ, ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ പുതിയ വരുന്ന ആളുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് ആ വന്ന ആളുകളെ കൊണ്ട് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളും വർക്ക്ഷോപ്പുകളും പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൊക്കെ അതാക്കി ഡെവലപ്മെന്റ് ചെയ്തതിനു ശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത് എന്നുള്ള. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രം മതി ഈ ബിസിനസ്സിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ചെറിയൊരു ടീം വർക്കിന്റെ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് സെക്ഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, വീഡിയോ ഉണ്ടോ? ഓക്കെ, പരസ്പരം നമ്മൾ സഹായിച്ചുകൊണ്ട് ടീം ഡെവലപ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ബിസിനസ് ഫെയിലായി പോകാൻ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഒന്നിച്ച് നിൽക്കുമ്പോൾ ദുർബലം പോലും ശക്തമാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കുക. നമ്മൾ ആരെയും സ്വന്തം കഴിവിലല്ല, നമ്മളൊരു ടീം ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ ടീമിലൂടെ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ടീമിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ള മിഷൻ ഇന്റർനാഷണൽ ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ എത്താൻ പറ്റി. അങ്ങനെ നമ്മളെ NPC നിൽക്കുന്ന നൗഫൽ സാറിന്റെ നിയന്ത്രണത്തിൽ ഒരു ടീമിന്റെ ഓർഗനൈസേഷൻ ആവാനും ടീമിന്റെ ഭാഗമാവാനും എനിക്കും പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മിഷൻ ഇന്റർനാഷണൽ ടീം എന്നുള്ള ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു നല്ലൊരു സിസ്റ്റമാറ്റിക് ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലർ ആയിട്ട് മാറാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. കാരണം സമയം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ദീർഘിച്ച് പോകുന്നില്ല. കാരണം ഒരു ദിവസം ഫുള്ളായിട്ട് പറയാനുള്ള കാര്യങ്ങളടക്കം നമുക്ക് ഉണ്ട്. അപ്പൊ എന്നാലും ചുരുങ്ങിയ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്.
അപ്പൊ എന്തായാലും റേഞ്ചിന്റെ പ്രശ്നങ്ങളും അവിടെ നല്ല മഴയുണ്ട്. അപ്പൊ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇത്ര നേരം ക്ഷമയോട് കാത്തിരുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കാന്ന്. ഓക്കെ, താങ്ക് യു. Thank you, Praveen sir.